ബുദ്ധിസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ഒരു വചനമാണ്. ലവ് എവരിത്തിങ് അറ്റാച്ച് ടു നത്തിങ്. അതായത് എല്ലാത്തെയും സ്നേഹിക്കുകയും ഒന്നുമായിട്ട് അടുക്കാതിരിക്കുക, അതായത് അറ്റാച്ച്ഡ് ആകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ളിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതായിട്ടും അല്ലെങ്കിൽ കുറച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ ഫീൽ ചെയ്തിട്ടില്ലേ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിങ്ങളൊരു വ്യക്തിയെ തീവ്രമായിട്ട് സ്നേഹിക്കുകയാണ്. ആ തീവ്രമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുള്ളിൽ മനസ്സിലൊരു ചിന്തയുണ്ടാവും, ആ വ്യക്തി എന്നെ വിട്ടുപോകുമോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡായി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടാതിരുന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു മാരിറ്റൽ അഫെയർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അന്നേരം ഇത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും നമ്മൾ കൂടുതൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അതിലേക്ക് പോകും. അന്നേരം എന്ത് സംഭവിക്കും? അത് നടക്കുമോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും. എന്നാൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറേ കാര്യങ്ങളിലേക്ക് ഒരു മനസ്സിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മനസ്സിൽ കുറേ ചിന്തകൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യില്ല. അതായത് 5 ലക്ഷ്യങ്ങൾ വെച്ചിട്ട് 5നെ കുറിച്ചും മനസ്സിൽ കാണുക. അതൊരു സ്റ്റോറി ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽ മൂവി എന്ന് പറയാം. അതായത് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്ന പോലെ അതെല്ലാം തന്നെ ആ ആഗ്രഹങ്ങളായിട്ട് വരെ ഡിറ്റാച്ച്ഡായി നിൽക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നേടിയെന്നുപരിയായിട്ട് അത് കിട്ടാൻ നിങ്ങൾ ഡിറ്റാച്ച്ഡായി നിന്നേ മതിയാവും. അതായത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ ഭയമാണ് ജനിക്കുന്നത്. അതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു പൂർണ്ണാവതാരം എന്ന് പറയാൻ കാരണം എന്താണ്? അദ്ദേഹം മറ്റുള്ളവരെ പ്രണയിക്കുന്ന സമയത്തും ആരുമായിട്ടും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. എല്ലാവരെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്നാൽ ആരുമായും അദ്ദേഹം വളരെ ഗാഢമായിട്ട് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹം കീപ്പ് ചെയ്തില്ല. കാരണം അത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ നിയമം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊന്നിലാണോ അറ്റാച്ച്ഡായി നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അത് നമുക്ക് വേദന നൽകുകയാണ് ചെയ്യാം. അതുകൊണ്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, വസ്തുക്കളാവട്ടെ, നിങ്ങളുടെ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ കൂടുതൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനായി മാറും. അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളൊരു ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് സംഭവിച്ചാലില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. നിങ്ങളെ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് പണം ഉണ്ടായാലും നിങ്ങൾ ഹാപ്പിയാണ്, ആ റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഹാപ്പിയാണ്. പണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഹാപ്പി ആയതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഹാപ്പിയാകുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നല്ല സമാധാനം കിട്ടിയ കാര്യമാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതല്ല ഹാപ്പിനെസ്, ഈ പണവും ബന്ധങ്ങളുടെ ഹാപ്പിനെസ്. മറിച്ച് നമ്മുടെ ഉള്ളിലാണ് ഹാപ്പിനെസ് എന്നുള്ള ഒരു ബോധം, ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നെ വരുന്നതാണ്. അന്നേരം ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഈ ബുദ്ധിസ്റ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 365 ദിവസത്തെ സൗജന്യ വാട്സപ്പ് ക്ലാസ്സിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.